സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവജനമേ, വചനം കേൾക്കുവാനും അതിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരുണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ്. അവിടുന്ന് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം. നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സമ്മതിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം. ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. സഹോദരങ്ങളെ, അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം. ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു. ഞങ്ങളിൽ വന്ന് നിറയണമേ. 70-ാം സങ്കീർത്തനം. കർത്താവെ, വേഗം വരണമേ. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ, എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവെ, വൈകരുതേ. ദൈവജനമേ, സങ്കീർത്തനം 70-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദുരിതത്തിലും ശത്രുക്കളുടെ പരിഹാസത്തിലും വേദനിക്കുന്ന ദാവീദിൻ്റെ ഒരു ഹൃദയമാണ്. ദൈവത്തിൻ്റെ സഹായത്തിനായിട്ടുള്ള ഒരു അടിയന്തിരമായ അപേക്ഷയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം. ദൈവമേ, എന്നെ വിടുവിക്കാൻ, കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്ന് ദാവീദ് നിലവിളിക്കുന്നു. തൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവരും തൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവരും ലജ്ജിച്ച് പിന്തിരിയട്ടെ എന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നവർ പോലും പലപ്പോഴും ദുഷ്ടരുടെ പീഡനങ്ങളാൽ സഹനങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിശ്വാസിയുടെ അടിയന്തിരമായ എമർജൻസി പ്രാർത്ഥനയുടെ മാതൃകയാണ് ഈ സങ്കീർത്തനം. സഹോദരങ്ങളെ, സങ്കീർത്തകൻ തൻ്റെ ശത്രുക്കളെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരെക്കുറിച്ചും ഈ പ്രാർത്ഥനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിന്നെ അന്വേഷിക്കുന്നവരെല്ലാം നിന്നിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യട്ടെ. നിന്റെ രക്ഷയെ സ്നേഹിക്കുന്നവർ എപ്പോഴും ദൈവം മഹത്വമുള്ളവൻ എന്ന് പറയട്ടെ എന്നും അദ്ദേഹം അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ മധ്യഭാഗത്തിൽ ദുരിതത്തിൽ നിന്നും സന്തോഷത്തിലേക്കും പരിഹാസത്തിൽ നിന്നും മഹത്വത്തിലേക്കുമുള്ള മനോഭാവത്തിൻ്റെ ഒരു മാറ്റം ദാവീദ് നമുക്ക് കാണിച്ചു തരുന്നു. തനിക്ക് ചുറ്റുമുള്ള തിന്മയുടെ നടുവിൽ പോലും ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ സന്തോഷം അദ്ദേഹം മറക്കുന്നില്ല, അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതൊരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ പ്രതിഫലനമാണ്. ദൈവജനമേ, സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ദാവീദ് തൻ്റെ അവസ്ഥയെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ഈ എളിമയോടുകൂടി അദ്ദേഹം ദൈവത്തോട് വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ എൻ്റെ സഹായവും എൻ്റെ വിമോചകനും ആകുന്നു. കർത്താവെ, താമസിക്കരുതേ. ഇത് തൻ്റെ ശക്തിയിലല്ല, മറിച്ച് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയബോധത്തെയാണ് സൂചിപ്പിക്കുക. താൻ ദുർബലനും നിസ്സഹായനുമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദാവീദ് തൻ്റെ രക്ഷകനായ ദൈവത്തിന് മുമ്പിൽ സ്വയം സമർപ്പിക്കുന്നു. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളിലും നമ്മുടെ കുറവുകളിലും ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ഈ അധ്യായ ഭാഗം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 70-ാം സങ്കീർത്തനം പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ജീവിതത്തിലൂടെ പൂർണ്ണത കൈവരിക്കുന്നു. യേശുവിനെ പരിഹസിച്ചുകൊണ്ട് ഇവൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് ശത്രുക്കൾ ആക്രോശിച്ചു, പരിഹസിച്ചു. ഇത് 70-ാം സങ്കീർത്തനത്തിലെ പരിഹാസത്തെ അനുസ്മരിപ്പിക്കുന്നു. കുരിശിൽ വേദനിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ കൈവെടിഞ്ഞു? എലോയി എലോയി ലാമ സബക്താനി എന്ന യേശു മാനുഷീഹ
മായിട്ടുള്ള ദേഹിയിൽ നിന്ന് നിലവിളിച്ചതും ദുരിതത്തിലായ ദാവീദിൻ്റെ നിലവിളിയെ അനുസ്മരിപ്പിക്കുന്നു. എന്നാൽ ആ വേദനയിലും എളിമയിലും യേശു തൻ്റെ പിതാവിൽ പൂർണ്ണമായി ആശ്രയിച്ചു. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ തൻ്റെ ശത്രുക്കളെ കർത്താവ് പരാജയപ്പെടുത്തി. കർത്താവിൻ്റെ ഉത്ഥാനം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ സന്തോഷത്തെക്കുറിച്ചുള്ള സങ്കീർത്തനത്തിലെ പ്രവചനം നിറവേറ്റുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ദുരിതം അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ, സാമ്പത്തിക തകർച്ച അനുഭവിക്കുമ്പോൾ, രോഗപീഡനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ സഹനം ഓർമ്മിക്കുക. അത് താൽക്കാലികമാണ്. ഈ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, രോഗപീഠകളൊക്കെ അതിൻ്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കാത്ത, ഊഹിക്കാത്ത ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതി ഉണ്ട്. അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയാണ്. നമ്മുടെ നാശത്തിന് ഒരിക്കലും ഉതകുന്ന പദ്ധതിയല്ല. ദൈവജനമേ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ നിന്നും ചില പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത് ഉചിതമാവും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സഹായത്തിനായി നിരന്തരം പ്രാർത്ഥിക്കുക. അത് മടുപ്പിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കും. നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ഹൃദയത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിരാശരാകാതെ യേശുവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവത്തിലേക്ക് തിരിയാം. അപ്പോൾ ശത്രുക്കളുടെ പരിഹാസം താൽക്കാലികം മാത്രമാണെന്ന് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുന്നു എന്ന് കാണുവാനും വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കും. അവസാനമായി, കർത്താവിൻ്റെ വരവിനായി നാം ഒരുങ്ങിയിരിക്കണം. ദാവീദിനെ പോലെ നാം എളിയവരും ദുർബലരുമാണെന്ന് തിരിച്ചറിയണം. ആ ബോധ്യത്തിലേക്ക് കടന്നു വരണം. അവൻ്റെ സഹായത്തിനായി നാം വേഗം വരുവാൻ കർത്താവിനോട് കേണപേക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ ശക്തനായവൻ അവൻ മാത്രമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ട്, പങ്കുവെച്ചുകൊണ്ട്, ആനന്ദത്തോടെയും സന്തോഷത്തോടെയും കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. കർത്താവെ, താമസിക്കരുതേ, വേഗം വരണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ നൽകിയ ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ, ദിവ്യദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. ദൈവവചനത്തിന് അനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രസാദകരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. പിതാവെ, ഞങ്ങൾക്ക് ലഭിച്ച ഈ ജീവനും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിച്ച് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളണമേ. കർത്താവെ, അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ജീവസാക്ഷികളായി, സത്യസാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ യാചനകൾ കേട്ടറിയണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സ്നേഹമറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചന ധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.